What advice would you want to give somebody who wants to enter the industry and start off now? I think keep it real, keep it honest, keep it hard worked. Just do what your heart tells you to. Yes, I think the only thing you need to manage is manage to act. If you want to be an actor, for a girl or a boy, that's the only thing you need to manage. And me having done for so many years, and I'm not, when I say I'm an average actor, the bottom line is that after working every day for so long, I still am not able to manage acting sometimes. It's a difficult profession, and that's the core. So continue doing that, work the hardest at that, and be positive here. You got to think nicely about the process of making films. The result does not matter. You cannot be, I was just telling Adi and Manish, the setup, the core, the process is important. The payoff, the climax, the box office, the numbers are not important. And that's not your job. As an actor, that's not your job. ഉണ്ണിക്കുട്ടാ, നീ എന്താ അവിടെ കളിക്കുന്ന? ഉണ്ണിക്കുട്ടാ, സന്ധ്യാസമയത്ത് കുരുത്തക്കേട് കളിച്ചാ ദൈവം കോപിക്കേ. ശരിക്കും ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല. അച്ഛൻ കണ്ടിട്ടില്ല. ഉണ്ണിക്കുട്ടാ, ഇങ്ങോട്ട് വാ, അച്ഛനൊരു കഥ പറഞ്ഞു തരാലോ. പണ്ട് ഒരാള് ദുബായില് ജോലിക്ക് പോയ കഥ പറഞ്ഞു തരാ. الأبواب تغلق. Your attention, please. The train. ഹലോ, ആടാ, ഇല്ലടൊന്നും ആയിട്ടില്ല. എവിടെ? ജബലലിയ? ഓക്കേടാ, ഓക്കെ. ഞാൻ അവിടെ പോയിട്ട് നിന്നെ വിളിക്കാം. ശരിടാ, ശരി, ഓക്കെ.
Next stop is Ministry of Information. ഹലോ ആടാ, അതൊന്നും ആയില്ല. അവർക്കെന്തോ ഒരു ലൈസൻസ് ഉള്ള ഒരാളെ വേണമെന്നാ പറയുന്നത്. ഞാൻ വിളിക്കാം. ശരിടാ, ശരി. ഇന്റർവ്യൂവിന് പോയതാണോ? അതെ. അവരെന്തൊക്കെ ചോദിച്ചു? അവർ പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല. അവർക്ക് ഒരു ലൈസൻസ് എല്ലാം ഉള്ള ആളെയാണ് ആവശ്യം. എനിക്ക് പിന്നെ ലൈസൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അതിൽ ഒരു ശരി, എന്നാ പോയിട്ട് വരട്ടെ. ശരി. അതെ, ഹലോ, ദുബൈയിലേക്കാണോ? അതെ. എന്റെ ഇന്റർവ്യൂ കഴിയുന്നവരെ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാനും ദുബൈയിലോട്ടാ പോകുന്നു. ഞാൻ അവിടെ ഓ ശരി. ശരി, എന്നാ വന്നോ. The people who are listening here from Hit 96.7 FM. ചേട്ടൻ്റെ പേരെന്താ? അനുപൻ വർഗീസ്. നിന്റെയോ? എൻ്റെ പേര് വിഷ്ണു. ഇവിടെ വന്നിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 മാസമായി. 2 ദിവസം കൂടെ കഴിഞ്ഞ് എൻ്റെ വിസ തരാൻ പോവാ. നാട്ടിലെവിടെ നീ? നാട്ടിൽ പയ്യന്നൂരാട്ടാ. നമ്മുടെ പയ്യന്നൂർ കോളേജിന്റെ വരാന്തയിലൂടെ ആ പയ്യന്നൂരാണ്. അതെ, ആ പയ്യന്നൂരല്ലേ. അയ്യോ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ. നിന്നെ കണ്ടപ്പോ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വന്നത്. പണ്ട് ഇതുപോലെ ഒരുപാട് ജോലി അന്വേഷിച്ച് ഞാൻ നടന്നിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യും, ഞാനൊരു അഡ്രസ്സ് തരാം, അവിടെ ഒന്ന് പോയി നോക്ക്. എനിക്കറിയാവുന്ന ആൾക്കാരാണ്, എന്തെങ്കിലും ഒന്നും നടക്കാതിരിക്കത്തില്ല. ഓക്കെ? The people who are listening here from Hit 96.7 FM. പണ്ടു കേട്ടൊരാ വീരകഥയിലെ സ്വപ്നഭൂമിയോ സ്വർഗരാജ്യമോ പൊന്നണിഞ്ഞ മുന്നിൽ വന്നു ദേവകന്യ പോലൊരുങ്ങിയോ ദുബായ് പൊന്നണിഞ്ഞു മുന്നിൽ വന്ന ദേവകന്യ പോലൊരുങ്ങിയോ ദുബായ് മഞ്ഞണിഞ്ഞു മിന്നിടുന്ന നഗരതീരവും കണ്ണൊഴിഞ്ഞു വിണ്ണിൽ നിന്ന കനക ഹലോ, ആടാ, ജോലി കിട്ടടാ. പാർട്ടിയോ?
ഉറപ്പായിട്ടും ഞാൻ വിളിക്കാം. ഓക്കെ, ശരി ശരി ശരി, ഓക്കെ. The number you have dialed is not a working number at the The number you have dialed is not a working number at the Hello, sir. So this is Vishnu. I got a job in your company, sir. Yes, sir, yes. Sir, can I get Mr. Aruban Vorkis' number? Because I got your reference from him, sir. Oh, unfortunately, I don't have his contacts because he left us. He's not working for us anymore. But you are a replacement for Mr. Anope. Oh, okay, sir, okay. ഹലോ അമ്മ, അമ്മ ജോലി കിട്ടി. ജോലി കിട്ടി? എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥന. एक चाय और एक परोठा बस. ചേട്ടൻ എത്രയായി? ഇവിടെ എത്രയാ? 10 തരാം. ഏട്ടാ, ടേബിളിലൊരു ബിരിയാണി കൊടുത്ത് അതിൻ്റെ പൈസ കൊണ്ട് ഞാൻ തരാം. ശരി.
अभी जो बाहर निकले ना वो देने के लिए बोला है आप। अल्हम्दुलिल्लाह। अल्हम्दुलिल्लाह रब्बिल आलमीन। ഇന്ദു മോൻ ഉറങ്ങി കേട്ടോ. അവനൊന്ന് ബെഡിലോട്ട് എടുത്ത് കിടത്തിയേ.